അത്യുന്നതനും മഹോന്നതനുമായ ദൈവത്തിന് സ്തോത്രം. ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്ന, അവരുടെ നിരൂപണങ്ങളെ ഇല്ലാതെയാക്കി തൻ്റെ ആലോചനകളുടെ പ്രവൃത്തിയെ നിവർത്തിച്ചെടുക്കുന്ന, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഈ സന്ധ്യയിലും വാഴ്ത്തപ്പെടട്ടെ. ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം, ഈ 7-ാം മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ച, നമുക്കൊരുമിച്ച് ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവം അവസരത്തെ നൽകിയല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ സോണി ബ്രദറിൻ്റെ സഹോദരൻ്റെ ഫ്യൂണറൽ ഇന്നായിരുന്നുവെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. ആ കുടുംബത്തെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ബാക്കി യാത്രയിലായിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. കർത്താവ് അവരെയൊക്കെ സൂക്ഷിക്കട്ടെ. നമ്മുടെ സഭായോഗങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ സുരക്ഷിതമായി ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവോടെ നടത്തപ്പെടട്ടെ. ശുശ്രൂഷിപ്പാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. നമ്മുടെ സഭകളിലും ദൈവം ശുശ്രൂഷകളെ നിയന്ത്രിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മൾ ഒരുമിച്ച് എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 2, 14 and 15 once again. One of you may please read. ഒരാൾക്ക് വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. നാം ചില ദിവസങ്ങളായി ചിന്തിച്ചു വരുന്ന വേദഭാഗമാണ്. 14-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. മക്കൾ ആരാണെന്നും ജഡരക്തങ്ങളുടെ അർത്ഥം എന്താണെന്നും താനും ആരാണെന്ന് കർത്താവായ യേശുക്രിസ്തു അവരെ പോലെ നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മർത്യമായ ശരീരത്തിൽ വെളിപ്പെട്ടു, അല്ലെങ്കിൽ ജഡമെടുത്തു. എന്തിനു വേണ്ടി? മരിപ്പാൻ, നമ്മോട് സകലത്തിലും താതാത്മ്യപ്പെടുവാൻ, പരീക്ഷിതനായി പോലും തീരുവാൻ. അപ്പോൾ സകലത്തിലും നമ്മോട് താതാത്മ്യപ്പെട്ട് മരിച്ച് മരണത്താൽ പിശാചിനെ നീക്കി 4 മരണഭീതിയിൽ നിന്നും നമ്മെ വിടുവിക്കുക. പ്രധാനമായും ഈ 2 വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തു ജഡമെടുത്തതിൻ്റെ 4 ഉദ്ദേശങ്ങൾ ഇവകളാണ്. ഇതുകൂടാതെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ 15 ഉദ്ദേശങ്ങളെപ്പറ്റി ആദ്യ സമയത്ത് പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. നമ്മളിപ്പോൾ ഈ 2 വാക്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഈ 2 വാക്യങ്ങളിൽ ഈ 4 ഉദ്ദേശങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിന് ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം. അതിൽ കർത്താവ് നമ്മോട് താതാത്മ്യപ്പെട്ടതും യേശുക്രിസ്തു മരിച്ചതും ആയ കാര്യങ്ങൾ നമ്മൾ കണ്ടു. യേശുക്രിസ്തുവിൻ്റെ മരണം അക്ഷരീകമായ മരണമായിരുന്നു, അല്ലാതെ ഒരു സാങ്കല്പികമായ മരണമോ അല്ലെങ്കിൽ ഭാവനാത്മകമായതോ ആലങ്കാരിക പ്രയോഗമോ ഒന്നുമല്ല. ലിറ്ററലി ജീസസ് ഡൈഡ്. സ്വാഭാവികമായി
സാധാരണമായി അക്ഷരീകമായി യേശു മരിച്ചു. സ്വാഭാവികമായി മരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണം സ്വാഭാവിക മരണമായിരുന്നുവെന്നല്ല. നമ്മൾ ഇതിനു മുമ്പും പഠിച്ച കാര്യമാണ്. ജീസസ് ഡെത്ത് വാസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത്. യേശുവിൻ്റെ മരണം ഒരു സ്വാഭാവിക മരണം ആയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡന്റൽ ഡെത്ത്. ഒരു അപകട മരണമോ യാദൃശ്ചിക മരണമോ ആയിരുന്നില്ല. ആക്സിഡന്റ് എന്നുള്ളതിന് അപകടം, യാദൃശ്ചികം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ഒരു യാദൃശ്ചികമായി എതിർച്ഛയ ആക്സിഡന്റലായിട്ട് സംഭവിച്ച ഒരു മരണമല്ല. ദാറ്റ് വാസ് എ വെരി പ്ലാൻഡ്, വെരി പർപ്പസ്ഡ് ഡെത്ത്. ജീസസ് ഡെത്ത് വാസ് നോട്ട് എ സൂയിസൈഡൽ ഡെത്ത്. ആത്മഹത്യാപരമായ മരണം ആയിരുന്നില്ല യേശുക്രിസ്തുവിൻ്റേത്. സ്തോത്രം. ഇറ്റ് വാസ് നോട്ട് എ മർഡർ. ഒരു കൊലപാതകവുമായിരുന്നില്ല. നോട്ട് എ മർഡർ. ഇറ്റ് വാസ് നോട്ട് ഈവൻ ആൻ എക്സിക്യൂഷൻ. ഇത് ഒരു വധശിക്ഷയുമായിരുന്നില്ല. അങ്ങനെയുള്ള ധ്വനിയൊക്കെ ബൈബിളിൽ ഉണ്ട്, ശരി തന്നെയാണ്. യേശുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ പീലാത്തോസ് ഏൽപ്പിച്ചു അല്ലെങ്കിൽ വിധിച്ചു. ഒരു എക്സിക്യൂഷൻ പോലെ നമുക്ക് തോന്നാം. ഓഫ് കോഴ്സ് പൊളിറ്റിക്കലി വി ക്യാൻ സേ, ബട്ട് നോട്ട് ബിബ്ലിക്കലി. റോമൻ ഭാഷയിൽ തീർച്ചയായിട്ടും, രാഷ്ട്രീയ ഭാഷയിൽ തീർച്ചയായും യേശുവിനെ വധശിക്ഷ കൊടുത്ത് ക്രൂശിക്കുകയായിരുന്നു. പക്ഷേ അത് വേദപുസ്തകമനുസരിച്ച് ഒരു വധശിക്ഷ ആയിരുന്നില്ല. It was not a helpless death. അതുപോലെ വേറെ ഒരു മാർഗവും ഇല്ലാതെ നിസ്സഹായനായിട്ടുള്ള മരണവും യേശുക്രിസ്തുവിൻ്റെതായിരുന്നില്ല. സ്തോത്രം. ഒരു നിസ്സഹായമായ, അസഹായമായ മരണവും ആയിരുന്നില്ല യേശുക്രിസ്തുവിൻ്റേത്. സ്തോത്രം. കർത്താവിൻ്റെ മരണം, ഈവൻ ഇറ്റ് വാസ് നോട്ട് എ മാർട്ടീർഡം, ഒരു രക്തസാക്ഷിത്വ മരണവും ആയിരുന്നില്ല. നോട്ട് ഈവൻ എ മാർട്ടീർഡം. നോട്ട് ഈവൻ എ സാക്രിഫൈസ്, ഒരു ത്യാഗമരണവുമായിരുന്നില്ല യേശുവിൻ്റേത്. യേശു അങ്ങ് ത്യാഗം ചെയ്തു. നോ, ത്യാഗം ചെയ്തതും ആയിരുന്നില്ല. സ്തോത്രം. പിന്നെ നമുക്കറിയാം, ജീസസ് ഡെത്ത് വാസ് എ വെരി പ്ലാൻഡ്, പർപ്പസ്ഡ്, atoning sacrificial death. സ്തോത്രം. A very planned by eternal God. നിത്യനായ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി പ്രകാരം ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു യേശുക്രിസ്തുവിൻ്റേത് എന്ന് നമ്മൾ അറിയുന്നു. സ്തോത്രം. ഒരു പ്രായശ്ചിത്ത മരണം, an atoning sacrifice which was planned in the past eternity by God eternal. നിത്യനായ ദൈവത്തിൻ്റെ നിത്യ പദ്ധതി പ്രകാരം കഴിഞ്ഞകാല നിത്യതയിൽ തന്നെ തീരുമാനിച്ചുറപ്പിച്ച, പത്രോസിൻ്റെ 2 പ്രയോഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോസ്തലപ്രവൃത്തികൾ 2:23 വാക്യത്തിലേത് ഇന്നലെയും പറഞ്ഞു വിട്ടതാണ്, എങ്കിലും ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ ഒന്ന് വായിച്ചോളൂ. 2:23 Acts of the Apostles.
നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. സ്തോത്രം. രണ്ട് പ്രയോഗങ്ങൾ കണ്ടോ? ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും, ഇറ്റേണൽ പർപ്പസ് ആൻഡ് ഫോർ നോളജ്. യെസ്, ഫോർ യ പ്രീ നോളജ്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവിനാൽ സംഭവിച്ച ഒരു സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. അത് അക്ഷരീയമായി സംഭവിച്ചതാ. ഇറ്റ് വാസ് വെരി ലിറ്ററൽ. It was not something imaginary, not something metaphorical. സ്തോത്രം. ഓ സാങ്കല്പികമായിട്ടോ ഒന്നും സംഭവിച്ച ഒന്നല്ല, അക്ഷരീയമായ മരണം. ഈ 8-10 കാര്യങ്ങൾ നമ്മൾ കർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി. സ്തോത്രം. ഇത് നേരത്തെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ സമയമെടുത്ത് വിവരിക്കാതെ ഒന്ന് പറഞ്ഞു മാത്രം പോയത്. മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു മരിച്ചു. അപ്പോൾ യേശുക്രിസ്തു ജഡമെടുത്തതും യേശുക്രിസ്തു മരിച്ചതും നമ്മൾ പഠിച്ചു. എബ്രായർ 2:14-15 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മരണ എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് 4 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജഡധാരണം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 2 നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും നോക്കുവാനായിട്ട് പോകുന്നത് ക്രിസ്തുവിൻ്റെ മരണത്താൽ ഉണ്ടായ 2 പ്രയോജനങ്ങൾ. ഇതേ വാക്യങ്ങളിൽ തന്നെ പറയുന്നു. മരണാധികാരിയായ പിശാചിനെ നീക്കി. 2, മരണഭീതിയിൽ ജീവപര്യന്തം അടിമകളായിരുന്ന മനുഷ്യരെ നമ്മെ വിടുവിച്ചു. 2 advantages, profits or consequences of Jesus' death on the cross. 2 achievements. ക്രിസ്തുവിൻ്റെ മരണത്താൽ ഉളവാകുന്ന 2 പ്രധാന പ്രയോജനങ്ങൾ. ഓർക്കണേ, മൊത്തം ബൈബിളിലേക്കല്ല നമ്മൾ പോകുന്നത്, ഈ 2 വാക്യങ്ങളിൽ മാത്രമാണ് നിൽക്കുന്നത്. അതിലൊന്നാണ് മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. തനാറ്റോഫോബിയ എന്ന് അതിനെ വിളിക്കുന്നു. ഫോബിയ നമുക്കൊക്കെ അറിയാമല്ലോ. അതൊരു ഗ്രീക്ക് വാക്കാണ്. നമ്മുടെയൊക്കെ പല മെഡിക്കൽ ലാംഗ്വേജസും മെഡിക്കൽ വൊക്കാബുലറീസും ഗ്രീക്കിൽ നിന്നുമൊക്കെ എടുത്തിട്ടുള്ളതാണ്. തനാറ്റോഫോബിയ, തനാറ്റോസ്, THANATOS, തനാറ്റോസ് എന്നാണ് മരണത്തിന് ഗ്രീക്കിൽ പറയുന്നത്. തനാറ്റോസ്, THANATOS, തനാറ്റോസ്. ഫോബോ എന്നാണ് ഗ്രീക്കിൽ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. തനാറ്റോൻ ഫോബോ എന്നാണ്. അതിനെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തനാറ്റോഫോബിയ എന്ന് വിളിക്കാം. മരണഭീതി. ഇന്നലെ നമ്മൾ കണ്ടത് സകല സൃഷ്ടികൾക്കും
ഉള്ള രണ്ട് പൊതുവായ അടിമത്വങ്ങൾ, ടു ജനറൽ സ്ലേവറീസ്, the entire creation or nature is subjected to. അതിൽ ഒന്ന് മരണം. ആ മരണത്തിന് നമുക്ക് വിളിക്കാൻ റോമർ 8-ാമത്തെ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നത് ഡീകെ, മോർട്ടാലിറ്റി, കറപ്ഷൻ എന്നൊക്കെയാണ്. ദ്രവത്വം, മരണവും ദ്രവത്വവും വളരെ ചേർന്നിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സകലവും, ജീവനുള്ള സകലവും മരണത്തിനും ജീവനില്ലാത്തതെല്ലാം ദ്രവത്വത്തിനും കീഴ്പ്പെട്ടിരിക്കുന്നു. മരണത്തിൻ്റെയും ദ്രവത്വത്തിൻ്റെയും ദാസ്യത്തിലാണ് സകല സൃഷ്ടിയുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പഠിച്ചു. റോമർ 8-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽക്കുള്ള വാക്യങ്ങളിൽ, വിശേഷിച്ച് 19, 20, 21 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ആ കാര്യം ഇന്നലെ കണ്ടു. 2, ജീവനുള്ള സകലവും വിശേഷിച്ച് മനുഷ്യർ മരണഭീതിക്ക് അടിമകളാണ് എന്നും കണ്ടു. അപ്പൊ 2 പ്രധാനപ്പെട്ട അടിമത്വങ്ങൾ, മരണം അഥവാ ദ്രവത്വത്തിനുള്ള അടിമത്വം, 2 മരണഭീതിക്കുള്ള അടിമത്വം. ഇങ്ങനെ 2 അടിമത്വങ്ങൾ പ്രധാനമായും മനുഷ്യരുടെ മേലുണ്ട്. നമ്മൾ ബാക്കി സൃഷ്ടികളെ എല്ലാം മാറ്റിവെക്കുന്നു, മനുഷ്യരെ മാത്രം എടുക്കുന്നു. Now we will be very much shrinked to humanity, leaving all other living and non-living worlds. ജീവനുള്ള ജീവനില്ലാത്ത ലോകത്തെ ഒക്കെ വിട്ടിട്ട് നമ്മൾ മനുഷ്യലോകത്തേക്ക് മാത്രം ചുരുങ്ങുകയാണ് ഇപ്പോൾ. ഇപ്പോൾ സകല മനുഷ്യർക്കുമുള്ള 2 പൊതുവായ അടിമത്വങ്ങൾ. നമ്മൾ പറഞ്ഞു, അടിമത്വങ്ങൾ വേറെ ഒത്തിരിയുണ്ട്, നമ്മൾ അവയിലേക്കൊന്നും പോകുന്നില്ല. ഇവിടുത്തെ വിഷയത്തോട് മാത്രം ചേർന്ന് നമ്മൾ നിൽക്കുന്നു. സ്തോത്രം. ഈ 2 അടിമത്വങ്ങൾ, മരണം അഥവാ ദ്രവത്വം, 2 മരണത്തിൻ്റെ ഭീതി. നമ്മളതിൽ മരണഭീതി മാത്രം വീണ്ടും എടുക്കുന്നു. Again we will be choosing the fear of death. അത് മാത്രമാണല്ലോ നമുക്ക് ഇവിടെ ഈ വാക്യത്തിൽ ഉള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്കുണ്ടാകുന്ന 2 പ്രധാന പ്രയോജനങ്ങളിൽ ഒന്ന്, മരണഭീതിയിൽ നിന്നുള്ള വിമോചനം, സ്വാതന്ത്ര്യം. അവിടെ അടിമത്വം എന്ന് തന്നെയാണ് കാണുന്നത്. സ്തോത്രം. അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നമുക്കറിയാം, ഈ മരണഭീതി മനുഷ്യനിലേക്ക് പ്രവേശിച്ചത് പാപത്താലാണ്. മനുഷ്യൻ പാപം ചെയ്തതു മുതലാണ് മരണവും മരണഭീതിയും മനുഷ്യകുലത്തിലേക്ക് പ്രവേശിച്ചത്. സ്തോത്രം. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു വാക്യവും കൂടെ, റോമർ 5:14, റോമൻസ് 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. മരണം എപ്പോൾ മുതൽ എന്നവിടെ പറയുന്നു? ആദാം മുതൽ. ഈ റോമർ 5-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ അതിന്റെ വിശദീകരണം പൗലോസ് തരുന്നുണ്ട്. ഏകന്റെ അനുസരണക്കേടിനാൽ മരണം സകലരിലും വാണു. ഇവിടെ എടുത്തു പറയുന്നു, ആദാം മുതൽ മരണം വാണു. ആദാം ഹവ്വമാരുടെ
പാപം ചെയ്യുന്നത് മുതലാണ് ഈ മരണം മനുഷ്യനിലേക്ക് കടന്നത്. അന്നു മുതലാണ് മനുഷ്യൻ മരണത്തിനും മരണഭീതിക്കും അടിമകളായി തീർന്നത്. ആ മരണഭീതിയുടെ ഒരു നേർചിത്രമാണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 6-ാം വാക്യത്തിന് ശേഷം പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ കാലൊച്ച തോട്ടത്തിൽ കേട്ടിട്ട് ഭയന്ന് ഒളിക്കുന്ന ഒരവസ്ഥ. ജെനസിസ് 3:9, 3-ന്റെ 9-ാം വാക്യം ഉൽപ്പത്തിയിൽ ദൈവം വിളിച്ചു ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? അപ്പോൾ ഉത്തരമായിട്ട് മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ കാലൊച്ച അല്ലെങ്കിൽ ശബ്ദം തോട്ടത്തിൽ കേട്ട് ഭയപ്പെട്ടു പോയി. സോ along with sin, death and fear entered into humanity. That is the very beginning of death and the fear of death. Thanatos and thanatophobia. മനുഷ്യൻ പാപം ചെയ്തത് മുതലാണ്. അപ്പോൾ പാപമാണ് ഈ രണ്ട് അടിമത്വങ്ങളുടെയും തലത്തൊട്ടപ്പൻ. ഗോഡ് ഫാദർ ഓഫ് ബോത്ത് ഡെത്ത് ആൻഡ് ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് സിൻ. സിൻ. സ്തോത്രം. തലത്തൊട്ടപ്പൻ. അപ്പോൾ പാപം നിമിത്തമാണ് ഇത് രണ്ടും പ്രവേശിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഈ പാപം നിമിത്തം മനുഷ്യനിൽ ആദാം മുതൽ തന്നെ മരണഭയം നിലനിന്നിരുന്നു. എന്തുകൊണ്ടാണ് മരണഭയം ഉണ്ടായിരുന്നത്? ഇപ്പോഴും സകല മനുഷ്യരിലും ഉള്ള ഒരു കാര്യമാണ് മരണഭയം. മരണഭയം മാറിയ ഒരു വിഭാഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവമക്കൾ മാത്രമാണ്. സ്തോത്രം. നമ്മൾ ആ ഭാഗമാണല്ലോ ഇപ്പോൾ ചിന്തിക്കുന്നത്. മരണഭയം, ഫിയർ, ഫോബിയ. സ്തോത്രം. എന്തുകൊണ്ടാ മരണം അതിനൊരു ഭയമുള്ളത്? മരണഭയം എന്തുകൊണ്ടാണ്? സ്തോത്രം. ഞാനതേപ്പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിതമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി വിശദീകരിക്കാതെ, നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് വേഗത്തിൽ മുൻപോട്ട് പോകാമെന്ന് കരുതുന്നു. ഞാനത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കും കൂടെ ഒരു അവസരം. എന്തുകൊണ്ടാണ് മരണഭയം മനുഷ്യനിൽ കാണപ്പെടുന്നത്? ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ദൈവമക്കൾക്ക് ആ മരണഭയം, യഥാർത്ഥ ദൈവമക്കൾക്ക് ആ മരണഭയം ഇല്ല, ഒട്ടും കാണുകയില്ല. ഒട്ടുമില്ലാത്തവരൊക്കെ കാണുമോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ലാത്തവരുണ്ട്. നമുക്കൊക്കെ ഒരു ശകലം കാണും. അതുകൊണ്ടാണ് ആ ചോദ്യം ഇങ്ങനെ വരുന്നത്. പറഞ്ഞാട്ടെ, തെറ്റിയാലും സാരമില്ല. എൻ്റെ മനസ്സിൽ വരാത്ത ആശയങ്ങൾ കൂടെ നിങ്ങളിൽ നിന്ന് കിട്ടുന്നെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്ക് പഠിക്കാമല്ലോ. ബിക്കോസ് ഇറ്റ് ഈസ് എ സെപ്പറേഷൻ. എന്താച്ചാ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെതായ ഒരു യഥാർത്ഥ വ്യക്തതയില്ലാത്ത ഒരു കാര്യം. വെരി ഗുഡ്. അൺനോൺ സ്ഥിതി, അൺസർട്ടനിറ്റി, മരണശേഷം എന്താണെന്നുള്ള അറിവില്ലായ്മ. മറ്റൊരു ആശയം വന്നത് ഇതൊരു വേർപാടാണ്. ഓക്കെ, രണ്ടും നല്ല ഉത്തരങ്ങളാണ്. നല്ലത് എന്നതിനേക്കാൾ ശരിയായ ഉത്തരങ്ങൾ തന്നെയാണ്. വേറെയും എന്തെങ്കിലും?
ഓക്കെ, ഗുഡ്. ഈ പറയപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് നോക്കാം. സ്തോത്രം. മരണഭയം. സ്തോത്രം. മരണത്തെ ഭയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം, ഏറ്റവും ആദ്യത്തേത് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഭയം തുടങ്ങിയത് എപ്പോഴാണെന്ന് നമ്മൾ കണ്ടല്ലോ. പാപം ചെയ്തത് മുതലാണ്. അപ്പോൾ മരണഭീതിക്കുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണം, ദ കീ റീസൺ ഫോർ ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് ഹ്യൂമൻ സിൻ ഇറ്റ് സെൽഫ്. മനുഷ്യന്റെ പാപം തന്നെയാണ് മരണഭീതിക്കുള്ള ഒന്നാമത്തെ കാരണം. ആ പാപം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, സെപ്പറേഷൻ ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നുമുള്ള അകൽച്ച. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച എന്ന് പറയുമ്പം വീണ്ടും നമുക്കതിനെ മനസ്സിലാക്കാം, എ സെപ്പറേഷൻ ഫ്രം ദ സെക്യൂരിറ്റി ഓഫ് ഗാഡ്, ദ സേഫ്റ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നിന്നുമുള്ള അകൽച്ചയാണത്. പാപം അകൽച്ച വരുത്തുന്നു. പാപം ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്നു. ദൈവത്തിൽ നിന്ന് അകറ്റുക എന്ന് പറയുമ്പോൾ ദൈവീയ സംരക്ഷണത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ദൈവിക സ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ക്രോധമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്നും അകന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ക്രോധത്തിലുള്ള ശിക്ഷാവിധിയാണ്. അപ്പോൾ പാപമാണ് അൺഫോർഗിവൻ സിൻ, അൺസെറ്റിൽഡ് സിൻ, പരിഹാരം കണ്ടിട്ടില്ലാത്ത പാപമാണ് മരണഭയത്തിനുള്ള ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം അത് നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ കണ്ടു. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽക്ക് തന്നെ അത് കാണുന്നുണ്ട്. പാപം ചെയ്ത മനുഷ്യൻ ഭയപ്പെട്ട് ദൈവത്തിൽ നിന്നും ഓടി മറയുന്നു. ആ സെപ്പറേഷൻ, ആ വേർപാട്. സ്തോത്രം. രണ്ടാമതായി നാം നോക്കുകയാണെങ്കിൽ ഇതിനോട് തന്നെ, ഈ ഒന്നാമത്തേതിനോട് തന്നെ ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിയർ ഓഫ് കണ്ടംനേഷൻ. ഫിയർ ഓഫ് കണ്ടംനേഷൻ. മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപിയായി മരിച്ചാൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധി, ആ ശിക്ഷാവിധിയുടെ ഭയം. ശിക്ഷാവിധിയുടെ ഭയം. മരണത്തിലെ ഭയത്തിനുള്ള ഒരു പ്രധാന കാരണം അതിനുശേഷം ലഭിക്കുന്ന ശിക്ഷാവിധിയാണ്. ആ ശിക്ഷാവിധി നമുക്കറിയാം, വേദപുസ്തകം അറിയാവുന്നത് കൊണ്ട് നിത്യശിക്ഷാവിധി എന്നാണ് അറിയപ്പെടുന്നത്. നിത്യമരണം, രണ്ടാം മരണം, തീപ്പൊയ്ക എന്നൊക്കെയാണല്ലോ ആ ശിക്ഷാവിധി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നാം അറിയുന്നത്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ഇതൊന്നും ഞാൻ ഒത്തിരി വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല.
നമുക്കറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട്. 3, മരണം ഭീതി വിതയ്ക്കുന്നത് അല്ലെങ്കിൽ മരണഭയം മനുഷ്യനിൽ ഉളവാകുന്നതിനുള്ള കാരണം. മൂന്നാമത്തേത് നോ ഹോപ്പ്, ഹോപ്പ്ലെസ്നെസ്, പ്രത്യാശയില്ലായ്മയാണ്. നമ്മെക്കുറിച്ചും പൗലോസ് ശ്ലീഹ പറയുന്നത് എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്. അവർ പ്രീ ക്രിസ്ത്യൻ സ്റ്റാറ്റസ് Paul describes in Ephesians 2:11 following. എഫേസ്യർ 2:11 മുതലുള്ള വാക്യങ്ങളിൽ നാം ക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ പല കാര്യങ്ങൾ പറയുന്നതിൽ ഒരെണ്ണമാണ് ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു. 12-ാം വാക്യമല്ലേ? We were without അതെ. ഓക്കെ, 12-ാം വാക്യം. വിതൗട്ട് ഹോപ്പ്, നമുക്കൊരു പ്രത്യാശയില്ലായിരുന്നു. സ്തോത്രം. അതായത് മരണഭീതിയിലായിരിക്കുന്നവർക്ക് എന്തില്ല? പ്രത്യാശയില്ല. അത് തന്നെയാണ് 1 തെസലോനിക്കർ 4:13 വാക്യത്തിലും പൗലോസ് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ 16 മുതലേ വായിക്കാറുള്ളൂ. 13-ാമത്തെ വാക്യത്തിൽ 1 Thessalonians 4:13 തുടക്കം മാത്രം മതി. But we do not want you to be uninformed, brothers, about those who are asleep, that you may not grieve as others do, who have no hope. യെസ്, മലയാളത്തിൽ അത് ആദ്യമാണ് പറയുന്നത്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. You should be informed about the dead ones, that you may not grieve as others who have no hope. ഇപ്പൊ പ്രത്യാശയില്ലാത്തവർ അപ്പം മരണത്തിൽ ഒരു പ്രത്യാശയും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് മരണം ഭയാനകമായി തോന്നുന്നത്. 4-ാമത്തെ കാര്യം ജോച്ചായൻ പറഞ്ഞ കാര്യമാണ്. ഇതിനോട് ചേർത്ത് വെച്ച് എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യാശ ഇല്ലാതിരുന്നത്? അതിനൊരു പ്രധാന കാരണം we were not at all informed about. That means we were unaware. Uncertainty. മരണശേഷം മരണത്തിൽ എന്ത് സംഭവിക്കുന്നു? മരണാനന്തരം എന്ത് സംഭവിക്കുന്നു? മരിച്ചവരൊക്കെ എവിടെയാണ്? ഇതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ട്. സോ അൺഅവയർനെസ്, അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം, മരണത്തിലെ അനിശ്ചിതത്വം. സ്തോത്രം. Anticipation of the unknown. Okay. What's the reason for this fear of death? ഒരു പിടുത്തവും ഇല്ല. What happens as death? മരണം എന്നാൽ എന്താണ് അറിയില്ല. മരണത്തിൽ എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല. മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു ഒരു പിടുത്തവും ഇല്ല. മരിച്ചവർ എവിടാ? ആർക്കറിയാം? ഒരു പിടുത്തമില്ല. ശരീരം മാത്രം അഴുകിപ്പോകുന്നെന്ന്, മണ്ണിൽ ലയിച്ചു ചേരുന്നെന്ന് നമുക്കറിയാം. അത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട്. അതിനിപ്പം ചില മതസ്ഥരെ പോലെ ദഹിപ്പിച്ചാലും കത്തിക്കരിഞ്ഞ് ചാരമായി
മണ്ണിൽ ലയിക്കുന്നു. അല്ല, മറ്റു ചിലരെ പോലെ കുഴിച്ചിട്ടാൽ, ബറി ചെയ്താൽ അത് മണ്ണിൽ ചില ദിവസങ്ങൾ കൊണ്ട് ലയിച്ചു ചേരുന്നു. അല്ല, വേറെ ചില മതസ്ഥരെ പോലെ പക്ഷികൾക്ക് തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഇവിടെ ജൈനന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് ഉള്ള ശ്മശാനത്തിൽ ശരീരം പക്ഷികൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുക. കഴുകന്മാരും മറ്റും വന്ന് തിന്നും. പക്ഷികൾക്ക് ഇട്ട് കൊടുക്കുക. വേറെ ചിലര് വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. എന്തും ആയിക്കൊള്ളട്ടെ, ശരീരത്തിന് സംഭവിക്കുന്നത് ഈ മണ്ണിൽ അത് ലയിച്ചു ചേരുന്നു. അത്രയും നമുക്കറിയാം. പക്ഷേ ബാക്കിയൊന്നും അറിയത്തില്ല. പൊതുവെ എല്ലാ മതസ്ഥരും വിശ്വസിക്കുന്ന കാര്യമാണ് മനുഷ്യനിൽ ആത്മാവുണ്ടെന്ന്. ചില നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. അല്ലാത്തവരെന്ന് ഒഴിച്ചാൽ എല്ലാ മതസ്ഥരും അത് വിശ്വസിക്കുന്നു, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതുകൊണ്ട് ശരീരം മണ്ണിൽ ലയിക്കുന്നു എന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ കൺമുൻപിൽ നടക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ദൃശ്യ ലോകത്തിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ ഒരു പിടുത്തമില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വായിച്ചതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതോ ആരോ പറഞ്ഞു കേട്ടതാണോ? ഏതായാലും ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടതോ വായിച്ചതോ ആയ ഒരു കാര്യം. ഒരു ഡിബേറ്റിൽ, ഒരു സംവാദത്തിൽ ഒരു നിരീശ്വരവാദി ഈശ്വരവിശ്വാസിയായ ഒരാളോട് ചോദിച്ചു, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയായ ഒരാളോട്, നിങ്ങളിങ്ങനെ ഈശ്വരനുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിലേത് പലതും വർജിച്ച് ജീവിക്കുന്നു. ശരിയായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ വിശ്വസിച്ചതെല്ലാം വെറുതെ ആയിരുന്നു. അങ്ങനെയൊന്നും ദൈവവുമില്ല, സാത്താനുമില്ല, സ്വർഗവുമില്ല, നരകമില്ല, ന്യായവിധിയില്ല, ആത്മാവില്ല, നിത്യത, ആത്മാവിൻ്റെ ഒരു നിത്യ അവസ്ഥയില്ല, ഇതൊന്നും ഇല്ലെന്ന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് അറിയുകയാണെന്ന് വെച്ചോ. ഇതൊന്നും ഇല്ലാത്തപ്പം നിങ്ങൾ അറിയത്തൊന്നുമില്ല, പക്ഷേ അങ്ങനെ വെച്ചോ. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു നിരാശയായിരിക്കും തോന്നുന്നേ. ഈ ലോകത്തിൽ പോലും ചൊവ്വയൊന്ന് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വല്ലാത്ത നിരാശ നിങ്ങളെ അലട്ടത്തില്ലേ? അതിനേക്കാൾ നല്ലതല്ലേ അടിച്ചു പൊളിച്ച് ലോകത്തിൻ്റെ എല്ലാം ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളത്? ആ ഭക്തനായ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, ശരി, ഇനിയിപ്പം ഞാൻ വിശ്വസിക്കുന്നത് പോലെ എങ്ങും ഒന്നും ഇല്ല എന്ന് വന്നാലും എനിക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അപ്പോപ്പ്. എന്നാൽ നേരെ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതൊന്നും ഇല്ലെന്നും പറഞ്ഞ് ദൈവനിഷേധിയായി ലോകസുഖങ്ങൾ ആസ്വദിച്ച് നിങ്ങളിങ്ങനെ പാപത്തിൽ മുഴുകി ജീവിക്കുക. നിങ്ങളും മരിക്കുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നത് ദൈവമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയുണ്ട്, ഈ വിധ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ മരിച്ച ശേഷമാണ് അവിടെ ചെന്നിട്ട് അറിയുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിലേത് ജീവിതമാണ് കൂടുതൽ നല്ലത്? അനിശ്ചിതത്വം, ഇതിനെക്കുറിച്ചൊരു പിടുത്തമില്ല. കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇല്ലെന്ന് വെക്കുക. ഭയങ്കര അനിശ്ചിതത്വം, ആന്റിസിപ്പേഷൻ ഓഫ് ദി അൺനോൺ.
don't know what is next. അതുകൊണ്ടുള്ള വല്ലാത്ത ആശങ്ക. സ്തോത്രം. ആദ്യമായി ട്രെയിനിൽ കയറുന്നവർക്ക്, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നവർക്ക് ഒക്കെ ഈ വിധമായ ഫോബിയ, ആശങ്കകളുടെ ചെറിയ ചെറിയ തലങ്ങളുണ്ട്. നമുക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എനിക്കുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ എൻ്റെ ട്രെയിനിൽ യാത്ര ചെയ്ത് പരിചയമുള്ള എൻ്റെ അമ്മാമ്മയോടൊപ്പം, പെങ്ങളോടൊപ്പം ആയിരുന്നത് കൊണ്ട് അത്ര വലിയ പ്രയാസം തോന്നിയില്ല. പക്ഷെ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു പിടുത്തവും ഇല്ല എങ്ങനെയാണെന്ന്. എയർപോർട്ടിന് പുറത്തു നിന്ന് യാത്ര ചെയ്തിട്ടുള്ള പലരും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അകത്ത് കയറുമ്പോൾ ചിത്രം വേറെയല്ലേ. അറിയത്തില്ലാത്തത് കൊണ്ടുള്ള ഒരാശങ്ക. മരണത്തിലും ഭയപ്പെടുന്നത് ഈ ആശങ്ക കൊണ്ട്, ഈ അനിശ്ചിതത്വം, അറിവില്ലായ്മ കൊണ്ട് എന്താണെന്ന്. ഇപ്പോഴും ദൈവമക്കൾ എന്ന് പറയപ്പെടുന്ന പലർക്കും മരണശേഷം എന്താണെന്നും മരണത്തിൽ എന്താണെന്നും ഒന്നും വലിയ പിടുത്തം ഇല്ലാതിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും ഈ പറയുന്ന മരണഭയം അവരെ ഭരിക്കുന്നുണ്ട്. ശരി, 5-ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഉള്ളത് പാപി എന്ന നിലയിൽ ദൈവത്തോട് തോന്നുന്ന ഭയമാണ്. A fear of God as a sinner upon whom abides the wrath of God, who is an enemy because of sin. പാപം നിമിത്തം ദൈവത്തോട് തോന്നുന്ന ഭയം, അതായത് ദൈവത്തിൻ്റെ ക്രോധം വസിക്കുന്ന ഒരു പാപി, ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്ന ഒരു പാപി, അവന് ഉണ്ടാകുന്ന ഭയം. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ദൈവക്രോധത്തിലാണ്. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വസിക്കുന്നു. അവൻ കോപപാത്രമാണ്. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പാപി ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പം മരിച്ചു കഴിഞ്ഞ് ശത്രുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഭയം, ശത്രുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഉളവാകുന്ന ഭയം, നമ്മളെ ഏറ്റവും അധികം വെറുക്കുന്ന, നമ്മളോട് വളരെയധികം കോപിഷ്ഠനായിരിക്കുന്ന ഒരുത്തൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ. 6-ാമത്തെ സ്ഥിതി, ദ ഹെൽപ്ലെസ് സ്റ്റേറ്റ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയെക്കുറിച്ചുള്ള ഭയം. ഇവിടെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ജീവനോടായിരുന്നെങ്കിലേ. മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒക്കത്തില്ല എന്നൊരു നിസ്സഹായാവസ്ഥ. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ കേട്ടിട്ടുമൊക്കെ ഉണ്ട്, പലരും പറഞ്ഞുമൊക്കെ കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണെങ്കിലും ആ ഒരു ധനവാനായ മനുഷ്യൻ്റെ കർത്താവ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരിറ്റു വെള്ളം കുടിക്കാനൊക്കാത്ത അവസ്ഥയെക്കുറിച്ച്, അവിടുന്ന് ഒന്ന് അനങ്ങാനൊക്കാത്ത അവസ്ഥയെക്കുറിച്ച്, നിസ്സഹായതയെക്കുറിച്ചുള്ള ആ ബോധ്യം, അതിനാണ് പല മതങ്ങളും, ക്രിസ്തീയ മതങ്ങൾ ഉൾപ്പെടെ, റോമൻ കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ് സഭകൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവർ മരണാനന്തര ക്രിയകൾ നടത്തുന്നത്.
ചിലരൊക്കെ ആണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് മരണാനന്തര ക്രിയ ചെയ്യാനുള്ള കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് പോകുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടുകാരെയോ ചിലരാണെങ്കിൽ സഭക്കാരെ പട്ടക്കാരെ തന്നെ ഏൽപ്പിച്ചിട്ട് പോകും. വീട്ടുകാർ പോലും വല്ലതും ചെയ്യുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് പട്ടക്കാരെ നേരിട്ട് ഏൽപ്പിച്ചിട്ട് അഡ്വാൻസ് മണി കൊടുത്തിട്ട് മരിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് നിസ്സഹായ അവസ്ഥയാണ്. ബിക്കോസ് ഓഫ് ദ ഹെൽപ്ലെസ് സ്റ്റേറ്റ് ആഫ്റ്റർ ഡെത്ത്, പീപ്പിൾ ഫിയർ ഡെത്ത്. മരണത്തെ ഭയപ്പെടുവാനുള്ള കാരണം അതാ. സ്തോത്രം. മറ്റൊരു കാരണമുള്ളത് ഡിസ്ട്രസ് ഓഫ് ലീവിങ് ദ ലൗഡ് വൺസ്. ഡിസ്ട്രസ് ഓഫ് ലീവിങ് ദ ലൗഡ് വൺസ്. പ്രിയപ്പെട്ടവരെ വിട്ടിട്ട് പോകുന്നതിലെ പ്രയാസ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ ഒക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? കാരണം അവർ ചിന്തിക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകുന്നത് അറിയപ്പെടാത്തൊരു ലോകത്തേക്കല്ലേ. മുമ്പേ പറഞ്ഞതുപോലെ ആരൊക്കെ അവിടെ കാണുമെന്ന് ആർക്ക് ഈ പരിചയം വളരെ ഭീതിജനകമായ സംഗതിയാണ്. സ്തോത്രം. മറ്റൊന്ന് അതേപോലെ തന്നെ എത്രാമത്തെയാണെന്ന് ഞാൻ എൻ്റെ തെറ്റി നിങ്ങൾ പൊസേഷൻസ് ആൻഡ് പൊസിഷൻസ്. ഡിസ്ട്രസ് ഓഫ് ലീവിങ് ബിഹൈൻഡ് ദ ഹാർഡ് ഏൺഡ് പൊസേഷൻസ് ആൻഡ് പൊസിഷൻസ്. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ വിട്ടിട്ട് പോകുന്നതിലെ ആശങ്ക. അയ്യോ, ഞാൻ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ ഇതൊക്കെ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ട് പോകും? അബ്രഹാമിന് ആശങ്കയുണ്ടായിരുന്നു. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ഈ കാണുന്ന സകലത്തിനും അവകാശി ഈ ദമ്മേശക്കുകാരനായ എലയാസർ ആയിരിക്കും, അഗ്രചർമ്മിയായ എലയാസർ. എനിക്ക് എൻ്റെ മക്കൾ പോലും ആയിരിക്കത്തില്ല. ഇതേ ആശങ്ക മഹാനായ ലോക ചക്രവർത്തി നെബൂഖദ്നേസറിനുണ്ടായിരുന്നു. അന്നത്തെ അറിയപ്പെട്ട ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിച്ചു. ദ നോൺ വേൾഡ്, ഹി കോൺക്വേർഡ് ദ നോൺ വേൾഡ്, ദ ദെൻ നോൺ വേൾഡ്. അന്നറിയപ്പെട്ട ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിച്ചു. ഒത്തിരി ഭാര്യമാരുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി അവൾ ഒരു വനങ്ങളൊക്കെയുള്ള നാട്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടിട്ട് തിരിച്ച് എനിക്ക് കാട് കാണാൻ പോണമെന്നും പറഞ്ഞ് പോകാതിരിക്കാൻ ഒരു ഹാങ്ങിങ് ഗാർഡനൊക്കെ ഉണ്ടാക്കി, വളരെ മനോഹരമായ തൂക്കുവനങ്ങളൊക്കെ ഉണ്ടാക്കി, സുവർണ നഗരം, ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടാൻ പര്യാപ്തമായ ബാബിലോൺ നഗരത്തെ മോടി പിടിപ്പിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ കയറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം ഞാൻ ഈ ഉണ്ടാക്കിയ ഇതെല്ലാം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആര് കൊണ്ടുപോകും?
എന്തായിത്തീരുമെന്നുള്ള ആശങ്ക. 2-ാം അധ്യായം ദാനിയേൽ പ്രവചനത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോഴാണ് ദൈവം ഉറക്കം നഷ്ടപ്പെട്ട നെബൂഖദ്നേസറിനെ സ്വപ്നം കാണിക്കുന്നത്. ഉറക്കം നഷ്ടപ്പെട്ട നെബൂഖദ്നേസറിനെ സ്വപ്നം കാണിക്കുന്നു. വൈരുദ്ധ്യാത്മകത മനസ്സിലായല്ലോ. പക്ഷേ ഉറങ്ങാതെ കണ്ട സ്വപ്നമാണെങ്കിലും സ്വപ്നം എന്താണെന്ന് മറന്നുപോയി. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ അറിയാം. പിന്നെ ദാനിയേൽ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ്. അങ്ങ് പള്ളിമെത്തയിൽ കിടന്ന് ഭാവി എന്താകും എന്നുള്ള ആശങ്കയിൽ ആയിരുന്നപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം അങ്ങേക്ക് ഇതൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ ആശങ്ക, മരണഭീതിയുടെ ഒരു കാരണമാണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്തൊക്കെ വിട്ടുപോകാനുള്ള ഒരു മനസ്സുകേട്. അതുകൊണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ചിലരെ മരിക്കാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നാണയത്തൊട്ട് കയ്യിൽ വെച്ച് കൊടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരാണെങ്കിൽ മുണ്ടിൻ്റെ അല്ലെ സാരിയുടെ കോന്തലയ്ക്കൽ നാണയത്തൊട്ടോ പൈസയോ കെട്ടിവെച്ച് കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തിനേറെ പണം കൊടുത്ത് അടുത്തിടയ്ക്ക് എഴുതിച്ച വസ്തുവിനകത്തെ മണ്ണ് കൊണ്ടുവന്ന് കയ്യിൽ പിടിപ്പിച്ചിട്ട് ആള് മരിച്ചു എന്നൊക്കെ ഉള്ളതും ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. സത്യമാണോ എന്ന് എനിക്കതുകൊണ്ട് അറിയില്ല. അപ്പം ആൾക്കാർക്ക് പൊതുവെ ഈ മണ്ണിനോടുള്ള, സമ്പത്തിനോടുള്ള ഒരു പ്രതിപത്തി, അതൊന്നും ഇല്ല എന്ന് തോന്നുന്ന ലോകത്തേക്കുള്ള യാത്രയ്ക്ക് ഒരു തടസ്സമായി തീരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങളാണ് മരണഭീതിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം? അതിനുള്ള കാരണം നമ്മൾ താഴോട്ട് പറയുക. അപ്പോൾ ഇതെല്ലാം മരണഭീതിക്ക് കാരണങ്ങളാണ്. ഇത് കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടെ പറയാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം ഇതിനോടൊപ്പം. ഇല്ലെങ്കിൽ നമുക്ക് മൊത്തം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിലും മരണഭീതി മാറുവാനുള്ള കാരണം കൂടെ നോക്കാം. ദൈവമക്കൾക്ക് ഈ വിധമായ മരണഭയം ഉണ്ടാവില്ല, അതിനുള്ള കാരണവും കൂടെ നോക്കാം. സ്തോത്രം. ഈ നമ്മളിപ്പോൾ ചിന്തിച്ചതിൻ്റെ 7-8 കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? എത്ര? 8. ഓക്കെ, 8. അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് തന്നെ. സ്തോത്രം. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നു എന്നുള്ളതാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ, ക്രൂശ് മരണത്താൽ ഏറ്റവും ആദ്യം സാധ്യമായത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി എന്നുള്ളതാണ്. ഒരു ദൈവപൈതൽ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് നീതീകരണവും വിശുദ്ധീകരണവും പ്രാപിച്ചയാളാണ്, പാപക്ഷമ പ്രാപിച്ചയാളാണ്. അതുകൊണ്ട് ആ പാപം, മനുഷ്യന്റെ പാപം, ഈ രക്ഷിക്കപ്പെട്ട ഒരാളിനെ കർത്താവിൽ നിന്നും അകറ്റുന്നില്ല.
പാപക്ഷമ ഉണ്ടായി എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ forgiven sinner, because of the forgiveness of sin, by the atonement of Jesus on the cross, he is free from the fear of death. കാരണം നമ്മൾ ആദ്യം കണ്ടല്ലോ, മരണഭയത്തിൻ്റെ ആദ്യത്തെ കാരണം പാപമാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. ദൈവിക സംരക്ഷണത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, കരുതലിൽ നിന്നൊക്കെ അകറ്റുന്നു. ആ പാപം ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്നും മാറ്റപ്പെട്ടുവെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് അവൻ. വീണ്ടും അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാകുന്നു. അവിടെ പിന്നെ ഭയമില്ല, ഭയപ്പാടില്ല. അവിടെ പിന്നെ സ്നേഹമാണ്. പിന്നെ അവൻ വീണ്ടും ദൈവിക സംരക്ഷണത്തിലാണ്. ദൈവത്തിൻ്റെ കരുതലിലേക്കാണ് വീണ്ടും അവൻ വരുന്നത്. അപ്പോൾ പാപം ക്ഷമിച്ച് കിട്ടിയവൻ ഭാഗ്യവാനെന്ന് 32-ാം സങ്കീർത്തനത്തിലും 4-ാം അധ്യായം റോമാലേഖനത്തിലുമൊക്കെ പറയുന്നത് പോലെ ഭാഗ്യകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, രക്ഷിക്കപ്പെട്ട ഒരുവന് ദൈവം ശത്രുവല്ല, ദൈവം അവൻ്റെ പിതാവായി മാറുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളെ ദൈവത്തിൻ്റെ മക്കളെന്നാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ. God becomes our father, we become his children. There is no more enmity between. ദൈവത്തിനും ഈ രക്ഷിക്കപ്പെട്ട ഭക്തന്മാർക്കും ഇടയിൽ പിന്നെ ശത്രുത്വം ഇല്ല, ശത്രുത മാറി. Therefore, no more fears. സ്തോത്രം. അതുകൊണ്ട് റോമർ 8-ാം അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള വാക്യങ്ങളിലും ഗലാത്യ ലേഖനത്തിലും പൗലോസ്ലീഹ പറയുന്നത്, നാം വീണ്ടും അല്ലെ പിന്നെയും ഭയപ്പെടുവാൻ ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ പുത്രത്വം ലഭിക്കുന്നതോടെ ശത്രുത മാറുന്നു, ഭയം മാറുന്നു, പിന്നെ മരണത്തിൽ ഭയമില്ല. 3, അൺസർട്ടനിറ്റി മാറുന്നു, അനിശ്ചിതത്വം മാറുന്നു. മരണത്തിൽ എന്ത്, മരണത്തിന് ശേഷം എന്ത് എന്ന അജ്ഞത മാറുന്നു. നമുക്കറിയാം മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്, മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും, ആത്മാവിന് എന്ത് സംഭവിക്കും, പ്രാണന് എന്ത് സംഭവിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പോലും വീണ്ടെടുപ്പായ പുത്രത്വമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ശരീരത്തിനൊരു അക്ഷരീയമായ ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്, അതിനൊരു തേജസ്കരണം ഉണ്ടെന്ന് ഒക്കെ നമുക്ക് തിരിച്ചറിവ് ലഭിക്കുന്നു. ആ അറിവ് നമ്മെ ഭയത്തിൽ നിന്ന് വിമുക്തരാക്കുന്നു. The state of human spirit between death and resurrection. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിൽ മനുഷ്യാത്മാവിൻ്റെ അവസ്ഥ എന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കർത്താവിൻ്റെ വരവിൽ നമുക്ക് എന്ത് ഭവിക്കുമെന്ന്, അങ്ങനെയുള്ള മുഴുവൻ അറിവും നിശ്ചയവും നമുക്ക് ലഭിക്കുന്നത് മരണഭീതി മാറുവാൻ കാരണമാകുന്നു. 4-മത്തെ സംഗതി, അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യാശ ഉള്ളവരായിരിക്കാൻ സാധിക്കുന്നു. ദ ഹോപ്പ് വി ഹാവ്. നേരത്തെ ഹോപ്പ്ലെസ് ആയിരുന്നു, പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രത്യാശ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു.
We are born again because of the resurrection of Jesus Christ for a living സ്തോത്രം. പ്രത്യാശയുടെ 7 തലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആവർത്തിക്കുന്നില്ല. സ്തോത്രം. പ്രത്യാശയുടെ 7 തലങ്ങൾ. സ്തോത്രം. മറ്റൊന്ന് ഇന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. The assurance that even in death or at the very moment of death, we are not alone. Even in death, Christ doesn't separate from us. മരണത്തിൽ പോലും നാം കർത്താവിനോട് കൂടെ ഓഫ് ഡെത്ത്. അതുകൊണ്ട് മരണവേദന നമുക്കില്ല. ഒറ്റയ്ക്കല്ല നമ്മൾ. ഭയാനകം മരണവെപ്രാളമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മരണവെപ്രാളമോ മരണവേദനയോ ഒന്നുമില്ല. ഭക്തൻ മരണത്തെ കാണുന്നത്, സ്തോത്രം, നമ്മുടെ കർത്താവ് ലാസറിന്റെയും ധനവാന്റെയും മരിച്ചു. എന്താ സംഭവിച്ചേ? ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിന്റെ മടിയിലും ഒരു ഭക്തൻ ഏകനല്ല. മരണത്തിൽ കർത്താവ് അവനോട് കൂടെയുണ്ട്. സ്തോത്രം. ഒരു ഭക്തൻ അതുകൊണ്ട് മരണസമയത്ത് കാണുന്നത് ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാർ അവനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ളത്, ദൂതസംഘമാതാ സന്നദ്ധരായി നിന്നിടുന്നേ. ഞാൻ കേട്ടിട്ടുണ്ട് ആ പാട്ട് എഴുതിയ ഭക്തൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായ ദേവദാസൻ മരിക്കാറായി കിടന്നപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ രോഗക്കിടക്കയിലായിരുന്ന ദേവദാസനെ അങ്ങോട്ട് മാറിക്കിടക്കുന്ന മറ്റു പറഞ്ഞപ്പം ആ കിടക്കയിലായിരുന്ന ദേവദാസൻ പറഞ്ഞെന്ന്, ഞാൻ എങ്ങനെ ഇപ്പം മാറുന്നേ? കണ്ടില്ലേ എന്നെ കൊണ്ടുപോകാൻ വെള്ളവസ്ത്രധാരികളായ ദൂതന്മാർ വന്ന് നിൽക്കുന്നേ, അവർക്കിരിക്കാൻ സ്ഥലം വേണ്ടായോ, നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രത്യാശയോടെ അദ്ദേഹം പറന്നുപോയി. അത് കണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ പാട്ട് എഴുതിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ഭയമില്ലവർക്ക്. സ്തോത്രം. മരണത്തിലും അവരേകരല്ല. സ്തോത്രം. വെറും ദൂതന്മാരല്ല ഒരു പുതിയ നിയമഭക്തനെ കൊണ്ടുപോകുന്നത്. നമ്മൾ അറിയുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിൽ സ്തെഫാനോസ് മരിക്കുമ്പോൾ ദൂതന്മാരെ അല്ലല്ലോ സ്തെഫാനോസ് കാണുന്നത്, സാക്ഷാൽ ദൈവപുത്രനെ അല്ലേ. ആ ഒരു ദർശനം മരണത്തിൽ
ഒരു ഭക്തനുണ്ടാകുന്നത് കൊണ്ട്, തിരിച്ചറിവുണ്ടാകുന്നത് കൊണ്ട്, എല്ലാവരും അതുപോലെ സ്വർഗം തുറന്ന ദർശനം കാണണമെന്നില്ല, പക്ഷേ ആ ബോധ്യം അകത്തുള്ളത് കൊണ്ട് മരണഭീതി അവർക്കില്ല. മരണഭീതി ഇല്ലാതിരിക്കുവാൻ അടുത്ത കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. മരണത്തിന് ശേഷവും അവർ ക്രിസ്തുവിനൊപ്പമാണെന്നുള്ള അറിവാണ്. സ്തോത്രം. മരണഭയത്തിനുള്ള കാരണം നമ്മൾ മുമ്പേ കണ്ടു. എങ്ങോട്ടാ പോകുന്നതെന്നൊരു പിടുത്തവും ഇല്ല, ആരുള്ളിടത്തോട്ടാ പോകുന്നതെന്നൊരു പിടുത്തമില്ല. പക്ഷെ ഇവിടെ ഭക്തനൊരു ബോധ്യമുണ്ട്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. അത് അത്യുത്തമമല്ലോ. ഫിലിപ്പർ 1:21, 22, 23 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മരണഭയത്തിനുള്ള ഒരു കാരണം നമ്മൾ കണ്ടു, പ്രിയപ്പെട്ടവരെ വിട്ടുപിരിഞ്ഞു പോകാനുള്ള മടി. ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാ? ഭാര്യയോ ഭർത്താവോ മക്കളോ സ്നേഹിതരോ ഒന്നുമല്ല. ഇപ്പം ഞങ്ങൾ ഉപദേശിമാരെ സംബന്ധിച്ച് സഭാവിശ്വാസികൾ, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഞങ്ങൾക്ക് കുടുംബത്തെക്കാൾ സ്നേഹമാണ്. കുടുംബത്തെക്കാൾ സ്നേഹ. സ്വന്തം അപ്പനെ, അമ്മയെ, പെങ്ങളെ, ചേട്ടനെ, സഹോദരങ്ങളെ, മക്കളെ പോലെ ഒരു ബന്ധമാണ് സഭയിൽ. ആ സഭയെ വിട്ടുപിരിയുന്നത് പോലും വലിയ പ്രയാസമാണ്. പക്ഷേ ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് ഈ ലോക ബന്ധങ്ങളെക്കാൾ വലിയ ഒരു ബന്ധമാണ് കർത്താവുമായി. അതുകൊണ്ട് മരിച്ചുപോയ വിശുദ്ധന്മാരെ നമ്മളൊന്ന് തിരിച്ചു വിളിച്ചു നോക്കിക്കേ. ദൈവം പോലും അവരോട് പറയുക, അങ്ങ് തിരിച്ചു പോ മോനെ, ദാ നിന്റെ ഭാര്യ നിന്റെ ഭർത്താവൊക്കെ കഷ്ടപ്പെട്ട് കരയുന്നു, നീ ചെല്ല, ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് വാ. അവർ പോരത്തില്ല. അവർ പറയും, വേണ്ട, ഏറ്റവും പ്രിയപ്പെട്ട കർത്താവിനോട് കൂടെയാണ് നാം എന്ന ബോധ്യം ഈ ലോകത്തിലെ പ്രിയപ്പെട്ടവരെ പിരിയുന്നതിന് ഒരു തടസ്സമായിരിക്കത്തില്ല. സ്തോത്രം. കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. അതുപോലെ അടുത്തത്, ഈ ലോകത്തിലെ സമ്പത്തുകൾ വിട്ടുപോകാനും ഭക്തന് പ്രയാസം കാണില്ല. കാരണം യഥാർത്ഥ ഭക്തന്റെ മനസ്സ് ഈ ലോകത്തിലെ സമ്പത്തുകളിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു യഥാർത്ഥ ഭക്തന് ലോകത്തിൽ അങ്ങനെ സമ്പത്ത് ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാൽ പോലും അതിൽ അവൻ്റെ മനസ്സ് ഒട്ടുമേ പതിഞ്ഞിട്ടുണ്ടാവില്ല. ഒട്ടുമേ പതിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവനൊരു ബോധ്യമുണ്ട്, ഇവിടെ ഞാൻ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഞാൻ പ്രാപിപ്പാൻ പോകുന്നത്. അതുകൊണ്ടാണ് എബ്രായർ 11 അധ്യായത്തിൽ അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നു. എന്താ വിട്ടുപോകുന്നതിനെ ഓർക്കാഞ്ഞത്? അവർ നല്ലതിനെ, ഏറ്റവും നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ ലോകത്തിലെ എത്ര ശ്രേഷ്ഠമേറിയ സമ്പത്തുകൾ ഉണ്ടായാലും അതിനെ വിട്ടാൽ ലഭിപ്പാൻ പോകുന്നത് ഈ വിടുന്നതിലും വലുതാണെന്നുള്ള തിരിച്ചറിവ് ഭക്തനെ സംബന്ധിച്ച് മരണഭയം ഇല്ലാതെയാക്കി തീർക്കുന്നതാണ്. മറ്റൊന്ന്, ഭക്തന് മരണഭയമില്ലാത്തത് വെളിപ്പാട് 21 അധ്യായത്തിൻ്റെ 4 മുതൽ പറയുന്നത് പോലെ എല്ലാവിധമായ ഈവിൾസും, എല്ലാവിധമായ കഷ്ടത, പ്രയാസം, രോഗം, ദുഃഖം, കണ്ണുനീർ, മരണം തുടങ്ങിയുള്ളതെല്ലാം എന്നേക്കുമായി
മാറ്റപ്പെടുന്ന അവസ്ഥയാണ് മരണമെന്ന് നമുക്കറിയാം. നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന ചില ക്യാൻസർ രോഗികളുണ്ട്, വളരെ കഷ്ടപ്പെടുന്നവർ, ശരീരഭാഗങ്ങൾ അഴുകിപ്പോയവർ, ദുർഗന്ധം വമിക്കുന്നവർ. പക്ഷേ മരണത്തിലും അവർക്കൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ഈ വേദനയും കഷ്ടവും ദുഃഖവും മുറവിളിയും മരണവും നീക്കപ്പെടുന്നൊരവസ്ഥയാണ് ഭക്തൻ എത്തിച്ചേരുന്ന മരണത്താൽ ഉളവാകുന്നത് എന്ന്. സ്തോത്രം. ഇങ്ങനെയെല്ലാമുള്ള സംഗതികളാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് മരണഭീതി ലേശവും ഉണ്ടാവുകയില്ല. ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്നതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തോണം. സമയം 10 മിനിറ്റ് കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തുക. ഇനി നമുക്കൊരു ദിവസം കഴിഞ്ഞേ ഉള്ളല്ലോ. അപ്പോൾ ഈ ഒരു ഒരു കണക്ടിവിറ്റി, ഈ ഒരു ബന്ധം, ആ ചരട് മുറിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അല്പസമയം ഞാൻ കൂടുതലെടുത്ത് ദയവായി ക്ഷമിച്ചാലും. അപ്പോൾ ഈ വലിയ മരണഭീതി മാറി മരണത്തിലും പ്രത്യാശ നൽകുന്ന ഈ കർത്താവിൻ്റെ മരണത്തിനായിട്ട് സ്തോത്രം. ഇതിനാണ് യേശു ജഡമെടുത്ത് വന്ന് ക്രൂശിൽ നമുക്കായി മരിച്ചത്. ആകയാൽ ഇന്നും ആരെങ്കിലും മരണഭീതിയിൽ കഴിയുന്നെങ്കിൽ നമ്മൾ ക്രമീകരിക്കേണ്ട ഭാഗങ്ങളെ ക്രമീകരിച്ച് മരണഭീതി മാറിയവരായി ജീവന്റെ പ്രത്യാശ ധരിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം.